വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലെ നാടൻ കോഴികളെ വളർത്തുന്ന രീതിയാണ്. ഞങ്ങളെ വീട്ടിൽ കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കോഴിക്കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10 എണ്ണം ചാവാതെ കിട്ടും കേട്ടോ. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് വലുതായി നല്ല വലിപ്പമുള്ള കോഴികളായി തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ രാവിലെ അവർക്ക് കൊടുത്തത് ഒന്ന് അരിയും ഗോതമ്പും ചെറുതായിട്ടൊന്ന് നുറുക്കിയ ശേഷം അത് കുറച്ച് വലിപ്പമുള്ള കോഴിക്കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ചെറിയ കോഴിക്കുട്ടികൾക്ക് നമ്മൾ ഒരു മാസം വരെ നമ്മൾ തീറ്റ കേട്ടോ കൊടുക്കുക. പിന്നെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തീറ്റകൾ ഉണ്ടാക്കിക്കാണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ രാവിലെ ഗോതമ്പും അരിയും കൂടി നുറുക്കിയതാണ് കൊടുത്തത്. അപ്പോൾ ഒരു കണ്ടോ നല്ല സന്തോഷത്തോടു കൂടി അത് കൊത്തിപ്പെറുക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യും. പിന്നെ ഞങ്ങൾ പുതുതായി തുടങ്ങിയതാട്ടോ ഈ ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ടും ചെയ്യട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവേണ്ടി. അപ്പോൾ ഇതാ പാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തള്ളക്കോഴികളും കുട്ടികളും ഏകദേശം ഒരു 3 മാസത്തോളം അയക്കണ്. അപ്പോൾ ഇതാ ചെറിയ കോഴിക്കുട്ടികളാണ്. അവർക്ക് തീറ്റയും കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു തീറ്റ ഉണ്ടാക്കണ കാണിച്ചിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തീറ്റ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളി. ആ തീറ്റയാണ് ഇവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 20 ദിവസമായ ഒരു കോഴിക്കുട്ടികളാണിത്. നല്ല ആരോഗ്യത്തോടെയും നല്ല ഉന്മേഷത്തോടെയാണ് ഓര് നിൽക്കുന്നത്. കണ്ട അവർ ചാടിയിട്ടും മണ്ടിയിട്ടും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ കോഴിക്കളെ നമുക്ക് കിട്ടും. അപ്പോൾ അവർ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ആ തള്ളക്കോഴിൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ കുട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ കൂട്ടിൽ ഇങ്ങനെ പുറത്ത് വിടുന്നല്ലാതെ കൂടിൻ്റെ പുറത്തേക്ക് വിട്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു മാസം കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വിടുകയുള്ളൂ. അതുവരെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്ത് നല്ല ആരോഗ്യത്തോടാക്കിയ ശേഷം നമ്മളവരെ പുറത്തേക്ക് വിടുമ്പോൾ ഒരു കൊത്തിപ്പെറുക്കി നല്ല കഴിച്ചോളും. പിന്നെ ഇവരെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കളെ നമ്മൾ വൈകുന്നേരം മാത്രമേ പുറത്തേക്ക് വിടലുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല നായ്ക്കളെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ കിട്ടുന്ന ഫുഡ് വേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ പഴയ ഈ ചീഞ്ഞളുകിയ പഴം അങ്ങനത്തെ ഒക്കെ നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട് പുഴുവാക്കിയിട്ട് ലാർവകളാക്കിയിട്ട് ഇവർക്ക് അത് കഴിക്കാൻ വേണ്ടി കൊടുക്കും. പിന്നെ അതാ അവിടെ കുറച്ച് പഴന്തോലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി ഒന്ന് മിക്സിയിലിട്ടുകാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പോൾ ഉച്ചക്കൊക്കെ അവർക്ക് കൊടുക്കാൻ പോണ ഫുഡ് ഇതാണ്. അതേപോലെ തന്നെ ചോറുക്കാട്ടോ ഇതിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരത് കഴിച്ചോളും. അപ്പോൾ ഞങ്ങളിവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടി തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തേക്ക് നാടൻ കോഴിക്കളെ വളർത്തുന്നു. ഏകദേശം കുറേ കോഴിക്കളൊക്കെ ഉണ്ടായിരുന്നു. 10, 20, 30 കോഴിക്കളോളം ഉണ്ടായിരുന്നു. ഓരൊക്കെ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിറ്റൊഴിവാക്കിയിട്ട് ഇപ്പോൾ പുതുതായി വീണ്ടും ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ ഫുഡ് കണ്ടതും കോഴിക്കൾ ഇതാ ഇങ്ങനെ അങ്ങോട്ടും മണ്ടുന്നുണ്ട്. ഇട്ടെടുക്കോളം വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാ ഒരു നല്ല രീതിക്ക് തന്നെ അത് കഴിക്കുന്നുണ്ട്. നമ്മൾ ആ പഴം നല്ലോണം ആ ചോറിൽ നല്ല കുഴച്ച് കൊടുത്ത് കുറച്ച് തീറ്റിയിട്ട് കുഴച്ച് കൊടുത്ത്
ഓർക്ക് വെച്ച് കൊടുത്താണ്. ഈ ഫുഡ് അവർ കഴിക്കുന്നതുകൊണ്ട് ഓർക്ക് നല്ല ഉന്മേഷവും കിട്ടും, അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻ അടങ്ങിയൊരു ഫുഡുമാണ്. അപ്പോൾ അതാ കുറച്ച് കോഴിക്കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ഒരു നല്ല രീതിക്ക് കൊത്തിപ്പെറുക്കി കഴിക്കുന്നുണ്ട്, കണ്ടോ, നല്ല ഉന്മേഷത്തോടെ. ഇങ്ങനെ വീട്ടിലിപ്പോൾ പഴന്തോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ, പാണ്ട് കണ്ട് വലിച്ചെറിയില്ല. അതിന് പകരം ഇങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കോഴിക്കൊക്കെ കൊടുത്താൽ ഒരെങ്കിലും കഴിച്ചോളൂ. ഞങ്ങൾ കൂടുതലും നാടൻ കോഴിക്കളാണ് വളർത്തൽ. ഫാൻസി കോഴിക്കളങ്ങനെ വളർത്തലില്ലാന്നല്ല, കുറച്ചൊക്കെ വളർത്തിന്ന് ആദ്യം. ഇപ്പോൾ ഫുള്ള് നാടൻ കോഴിക്കളാട്ടോ വീട്ടിലുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് ചിലവ് കുറക്കാം അവർക്ക് തീറ്റേൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മൾ ഇവർക്ക് പച്ച ഇല അങ്ങനത്തെ ഒക്കെ കൊടുക്കണം ഇടയ്ക്ക്, എന്നാലേ അവർക്ക് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്കിപ്പോൾ മുരിങ്ങയില അങ്ങനത്തെ ഒക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ കഷായം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് കൊടുക്കുക. കഷായത്തിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കോണ്ടി. അത് കുടിക്കുമ്പോൾ അവർക്ക് നല്ല ഉന്മേഷവും അതേപോലെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരില്ല. പിന്നെ ഞങ്ങളധികം ഇംഗ്ലീഷ് മരുന്നും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. കൂടുതലും നമ്മളിപ്പോൾ ഇങ്ങനെ പറമ്പിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാടൻ മരുന്ന് പച്ചമരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പറിച്ചിട്ട് മരുന്നുണ്ടാക്കി കൊടുക്കാറാണ്. പനിക്കൂർക്കയില അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു കഷായം ഉണ്ടാക്കി നമ്മളിങ്ങനെ ആഴ്ചയിലോ അല്ല മാസത്തിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. ഓരെന്നെ വെള്ളത്തിന് പകരം അത് കൊടുക്കുക, അപ്പോൾ ഒരു കുടിക്കും. അപ്പോൾ ഇവർക്ക് എപ്പോഴും നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാലും തന്നെ നമുക്ക് പൈസ ലാഭമാവില്ല, നമ്മൾ നഷ്ടകാരം കൂടുതലുണ്ടാവുക. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഒരു നേരം നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് കൂടി വേറെ ഫുഡും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ അവർക്ക് തീറ്റൻ്റെ ഫലം കിട്ടും, പിന്നെ വിശപ്പ് മാറാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമ്മൾ അരിയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളെ കുടുംബത്തിലായാലും ഓരൊക്കെ ഇങ്ങനെ കേടുവന്ന അരിയുണ്ട് എന്ന് പറഞ്ഞാണ്ട് തരും. ഈ കുത്തനൊക്കെ വന്നിക്കാണ്ട് ചെറുതായിട്ടൊരു കേടുണ്ടാവുള്ളൂ, കുത്തം വന്ന് നിറഞ്ഞതുകൊണ്ട് പിന്നെ വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ള അരിക്കൊക്കെ വരില്ലേ. അപ്പോൾ പിന്നെ അരിയും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇവർക്കിപ്പോൾ കൂത്തന എന്തായാലും കുഴപ്പമില്ലല്ലോ, തിന്നുമല്ലോ അവർ. അപ്പം പിന്നെ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഓർക്ക് ഇട്ട് കൊടുത്തത്, വലിയവർക്ക് ഇട്ട് കൊടുത്തത് ഓര് തിന്ന് കാലിയാക്കിയിരിക്കുന്ന പാത്രം. അപ്പോൾ ഇവർക്ക് കുറച്ച് പേടിയാണ് ഞങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെറിയ കുട്ടികളൊക്കെ നമ്മളെ അടുത്തേക്ക് ഓടി വരും. ഇവരങ്ങനെ അധികം കൂട്ടിലിട്ട് വളർത്തിയതല്ല, 1 മാസം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടിൽ നിന്ന് വിടുന്നതല്ല. അപ്പോൾ ഇവിടെ വീടിൻ്റെ പരിസരത്തേ കാണാണ്ടാവില്ല, വേറെ പറമ്പിലും കാര്യങ്ങളിലൊക്കെ പോയിക്കാണ്ട് ചിക്കി ചകഞ്ഞ് തിന്നുകാണ്ട് തിരിച്ച് വരലാണ്. അപ്പോൾ തള്ളക്കോയും ഇവരൊരു 7 കുട്ടികളാണ് ഒരു തള്ളക്കോയും. അപ്പോൾ ഇവരെ കൂടും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കണം. പിന്നെ നനവൊന്നും പാടില്ല കേട്ടോ കൂട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.